പാലായുടെ MLA മാനസി കാപ്പൻ പറഞ്ഞത് UDF-മായി കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ചർച്ച നടത്തിയിരുന്ന നേതാക്കളുമായി ഇല്ല എങ്കിൽ പാലായിലെ കുരിശുപള്ളിയുടെ മുന്നിൽ ഇന്നത് പറയട്ടെ മാനസി കാപ്പൻ പറഞ്ഞത്. ഈ അദ്ദേഹത്തിന്റെ കഴിവുകൾ പുറത്തു പറയാനും അതിനെ ന്യായീകരിക്കാനും ഒരു ചാഴ്ചയില്ല. അതാണ്. അപ്പോൾ അരി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാണി എന്ന് പറയുന്ന പോലെ അദ്ദേഹം അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നുള്ളത് പറയുള്ളൂ. അത് ഏത് MLA ആണെങ്കിലും ഞാനത് ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഉത്തരവില്ലാത്തത് കൊണ്ട് അതിന്റെ സബ്ജക്ട് തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിച്ചത് എന്ത് വെല്ലുവിളിയാണ്? ഞാൻ മുമ്പേ പറഞ്ഞിട്ടോ, ഈ ഉത്തരം മുട്ടുമ്പോൾ പഞ്ചനം കാണിക്കുന്നതിന് ഞാൻ ഉത്തരം പറയണം. കേരള കോൺഗ്രസിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് ഇറങ്ങിയല്ലോ. കേരള കോൺഗ്രസ് ഏറ്റവും സ്നേഹമുള്ളയാളാണ്. വിലയിരുത്തൽ ഞങ്ങൾ പോയ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം ആവേശകരമായ, അത് ഇടതുപക്ഷം മാത്രമല്ല, നിങ്ങളൊന്ന് നോക്കിക്കോളൂ എങ്ങനെയുണ്ട് അവിടുത്തെ റിയാക്ഷൻ എന്നൊന്ന് നോക്കിക്കോളൂ. ജനങ്ങൾ സ്വീകരിക്കുകയാണ് നമ്മുടെ ഇതിന്റെ പദ്ധതികൾ. ശരിയാണ്. ഇപ്പൊ മറ്റു ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്, പ്രതിപക്ഷം എന്താ ചെയ്യുന്ന ആരോപണങ്ങളും അല്ലെങ്കിൽ പിന്നെ സമരങ്ങളും അവർ ചർച്ച ചെയ്യാൻ പോലും തയ്യാറൊന്നുമല്ലോ. ഒരു കാര്യം പറയട്ടെ, ഇനി അടുത്ത പ്രകടന പത്രികയിൽ ഞങ്ങള് ഇന്നതാണ് ചെയ്യുന്നത്, ഒരു പുതിയ യുഗമാണല്ലോ പറയുന്നത്. ആ യുഗത്തിൽ എന്താ പുതിയതുള്ളതെന്ന് പറയുന്നില്ല, സസ്പെൻഷൻ നിർത്തുകയാണോ?